ആദ്യം തന്നെ നമ്മൾ ഗൂഗിളിൽ ചാർട്ടിംഗ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ചാർട്ടിങ്ങിൻ്റെ വെബ്സൈറ്റ് വരും. അത് സെലക്ട് ചെയ്യാൻ നേരത്ത് ഞാൻ ആൾറെഡി തന്നെ ഇതിൽ 2-3 ഡാഷ്ബോർഡിലായിട്ട് കുറേ സ്ക്രീനർ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ വൺ ഡേ ഹെയ്ക്കിനാഷി ക്യാൻഡിൽ ട്രെൻഡ് ചേഞ്ച് ബുള്ളിഷ് എന്ന് പറയുന്നൊരു സ്ക്രീനറാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു 2 പേജിലായിട്ട് ഒത്തിരി സ്റ്റോക്കുകൾ വരുന്നുണ്ട്. മനസ്സിലായില്ലേ? ഒത്തിരി സ്റ്റോക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാനൊരു സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ നേരത്ത് സ്റ്റോക്കിൻ്റെ ചാർട്ട് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. 2-3 ഇൻഡിക്കേറ്റർ കണ്ടില്ലേ? ആദ്യം നമുക്ക് എൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു മൂവിങ് ആവറേജിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. അത് നമുക്ക് 1, 2, 3 എന്ന രീതിയിൽ സെലക്ട് ചെയ്ത് കൊടുക്കണം. ആ സെലക്ട് ചെയ്ത് നമ്മൾ കൊടുക്കേണ്ട പ്രധാന കാരണം, നമ്മൾ ഈ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ 200 മൂവിങ് ആവറേജിന് താഴെ വരുന്ന സ്റ്റോക്കൊന്നും സെലക്ട് ചെയ്യുന്നില്ല. അപ്പോൾ അതിനുവേണ്ടി 3 മൂവിങ് ആവറേജ് നമ്മളിത് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഒന്നാമത്തെ 21, രണ്ടാമത്തെ 100, മൂന്നാമത്തെ 200. ഈ മൂവിങ് ആവറേജ് എല്ലാം തന്നെ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് ആയിരിക്കണം. അതായത് EMA ആയിരിക്കണം. ഇതിൽ SMA ആയിരിക്കും കിടക്കുന്നത്. നിങ്ങളത് ചേഞ്ച് ചെയ്ത് EMA ആക്കിയാൽ മതിയാവും. എന്നിട്ട് താഴെ വരാൻ നേരത്ത് മിനിമൈസ് ഇൻഡിക്കേറ്റർ പീരീഡ് 9 മന്താണ് കൊടുക്കേണ്ടത്. അടുത്ത് റേഞ്ച് താഴെ റേഞ്ച് ഉണ്ട്. അത് ഡെയിലിയാണ്. അത് ഡെയിലി എന്നുള്ളത് ഏറ്റവും മുകളിൽ ഡെയിലി എന്ന് പറയുന്ന, അതായത് നമ്മുടെ പീരീഡ് ക്യാൻഡിലിൻ്റെ ടൈം പീരീഡ് ഡെയിലി ആയിരിക്കും കൊടുക്കേണ്ടത്. അത് സെലക്ട് ചെയ്തതിന് ശേഷം ടൈപ്പ്, അതായത് നമ്മുടെ ക്യാൻഡിലിൻ്റെ ടൈപ്പ് ഹെയ്ക്കിനാഷി വേണം കൊടുക്കുക. എന്നിട്ട് ചാർട്ട് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോഴത്തേനും നമ്മൾ കൊടുത്തതുപോലെയൊക്കെ ചാർട്ടിൽ അപ്ലൈ ആയി വരുന്നതാണ്. നമ്മളിത് സെലക്ട് ചെയ്യണം. ഓരോ ചാർട്ട് നമ്മൾ സെലക്ട് ചെയ്ത് വേണം നമ്മളത് സ്റ്റോക്ക് സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി സെലക്ട് ചെയ്യേണ്ടത്. നമ്മളത് മാറ്റിയിട്ട് അടുത്തൊരു സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നു. ഈ ഒരു സ്റ്റോക്ക് കണ്ടില്ലേ? ഇത് 21 മൂവിങ് ആവറേജ് സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഈ സ്റ്റോക്ക് സെലക്ട് ചെയ്യും. കാരണം ഈ സ്റ്റോക്ക് ഒരുപക്ഷെ താഴോട്ട് വരാൻ സാധ്യതയുണ്ട്. ഈ സ്റ്റോക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്നില്ല. അടുത്തൊരു സ്റ്റോക്കിലോട്ട് പോകാം. അടുത്ത സ്റ്റോക്കിൽ നമ്മൾ നോക്കാൻ നേരത്ത് ഈ ഒരു സ്റ്റോക്ക് നമ്മൾ 100 മൂവിങ് ആവറേജ് സപ്പോർട്ട് എടുത്തിട്ട് താഴോട്ട് വരുന്നത് കാണുന്നുണ്ട്. അതുകൊണ്ട് ആ സ്റ്റോക്ക് വേണ്ട. അടുത്തൊരു സ്റ്റോക്ക് സെലക്ട് ചെയ്യാം. ഇത് 200 മൂവിങ് ആവറേജിന് താഴെയാണ് ഈ സ്റ്റോക്ക് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ സ്റ്റോക്ക് നമുക്ക് ഒരിക്കലും സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത സ്റ്റോക്കിൽ ഇതും 200 മൂവിങ് ആവറേജിന് താഴെയാണ്. അതും വേണ്ട. അടുത്ത സ്റ്റോക്ക് 21 മൂവിങ് ആവറേജിന് സപ്പോർട്ട് നിൽപ്പുണ്ട്. അതിലപ്പം താഴോട്ട് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് അത് നമുക്ക് വേണ്ട. അടുത്ത സ്റ്റോക്കിൽ ഇത് 200 മൂവിങ് ആവറേജിന് താഴെയാണ്. ഇത് നമ്മൾ സെലക്ട് ചെയ്യുന്നില്ല. അടുത്തത് ഈ സ്റ്റോക്ക് നിങ്ങൾ നോക്കാൻ നേരത്ത് അറിയാൻ സാധിക്കും. ഇത് 100 മൂവിങ് ആവറേജിന് സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണ്. കണ്ടില്ലേ? ഇന്നത്തെ ഒരു ക്യാൻഡിൽ 100 മൂവിങ് ആവറേജിന് സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സ്റ്റോക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഈ സ്റ്റോക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതായത് 200 മൂവിങ് ആവറേജിന് താഴെയുള്ള സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നില്ല. 21 മൂവിങ് ആവറേജിന് സപ്പോർട്ട് എടുക്കുന്ന സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നില്ല. നമ്മൾ 100 മൂവിങ് ആവറേജിന് സപ്പോർട്ട് എടുത്ത് നിൽക്കുന്ന സ്റ്റോക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതുപോലെ 200 മൂവിങ് ആവറേജിന് സപ്പോർട്ട് എടുക്കുന്ന സ്റ്റോക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്നു. നമ്മുടെ സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുന്നു. അടുത്ത സ്റ്റോക്ക് സെലക്ട് ചെയ്ത് നോക്കാം നമുക്ക്. ഇത് നമുക്ക് നോക്കാൻ നേരത്ത് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. ഇത് ഈ സ്റ്റോക്ക് 100 മൂവിങ് ആവറേജിന് സപ്പോർട്ട് എടുത്തിട്ട് അടുത്ത് മുകളിലോട്ട് ഒരു ക്യാൻഡിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഈ സ്റ്റോക്ക് നല്ല സ്റ്റോക്കാണ്, സെലക്ട് ചെയ്യാം. അടുത്ത സ്റ്റോക്ക് 200 മൂവിങ് ആവറേജിന് താഴെയാണ്. അത് നമുക്ക് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മളിങ്ങനെ ഓരോ സ്റ്റോക്കായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കണ്ടോ? ഇത് കണ്ടില്ല? ഇത് 100 മൂവിങ് ആവറേജിന് സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നുണ്ട്. ഈ സ്റ്റോക്ക് നമുക്ക് ഉറപ്പായിട്ട് സെലക്ട് ചെയ്യണം സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി. അപ്പോൾ ഇങ്ങനെ നോക്കാൻ നേരത്ത് നിങ്ങൾക്ക് ഇങ്ങനെ അറിയാൻ സാധിക്കും. അപ്പോൾ ഇത്രയധികം സ്റ്റോക്കുകളൊക്കെ നമ്മളിതിലുണ്ട്. നിങ്ങൾ ഓരോ സ്റ്റോക്കായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് ജസ്റ്റ് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇതിൻ്റെ റൂൾസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. 200 മൂവിങ് ആവറേജിന് താഴെയാണെങ്കിൽ സെലക്ട് ചെയ്യാൻ പാടില്ല. 21 മൂവിങ് ആവറേജിന് മുകളിലാണെങ്കിലും സ്റ്റോക്ക് നമ്മൾ സെലക്ട് ചെയ്യാൻ പാടില്ല. 100 മൂവിങ് ആവറേജിന് സപ്പോർട്ട് എടുക്കുന്ന സ്റ്റോക്ക് നമുക്ക് സെലക്ട് ചെയ്യാം. 200 മൂവിങ് ആവറേജിന് സപ്പോർട്ട് എടുക്കുന്ന സ്റ്റോക്ക് നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി സെലക്ട് ചെയ്യാം. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒത്തിരി സ്റ്റോക്ക് ഉണ്ട് ഇതിൽ. എങ്ങനെയായിരുന്നാലും 2 പേജിലായിട്ട് ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. നമുക്ക് മാക്സിമം നല്ല സ്റ്റോക്കുകൾ ഇത് കണ്ടില്ലേ? 200 മൂവിങ് ആവറേജ്, 100 മൂവിങ് ആവറേജ് ഒരുപോലെ സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ഈ സ്റ്റോക്ക് നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. മനസ്സിലായി? ഇത് നല്ലൊരു സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് നമുക്ക് ഉറപ്പായിട്ട് സെലക്ട് ചെയ്യാം. ഈ സ്റ്റോക്ക് സെലക്ട് ചെയ്താൽ മാത്രം പോരാ, നമ്മൾ ഈ സെലക്ട് ചെയ്തിട്ട് അടുത്തൊരു റൂൾസ് കൂടെ ഉണ്ട്. അത് നിങ്ങൾ ഫോളോ ചെയ്യണം. അടുത്ത് നമുക്ക് ട്രേഡിംഗ് വ്യൂവിലോട്ട് പോകാം. നമ്മൾ ഈ സെലക്ട് ചെയ്ത സ്റ്റോക്കുകളെല്ലാം ആൾറെഡി ഞാനിതിൽ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇത്രയും സ്റ്റോക്കുകൾ അടിച്ച് വെക്കുന്നതിൽ ഇനി 1-2 റൂൾസ് ഇതിൽ കൂടെ ഉണ്ട്. ഈ റൂൾസ് നമ്മൾ അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള സ്വിംഗ് ട്രേഡിംഗ് നമുക്ക് ഇതിൽ എടുക്കാൻ സാധിക്കുകയുള്ളൂ. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടില്ലേ? 2 ഇൻഡിക്കേറ്റർ ഞാൻ ഇതിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഇൻഡിക്കേറ്റർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആ ഇൻഡിക്കേറ്റർ നിങ്ങളും ഇതിൽ അപ്ലൈ ചെയ്തിട്ട് വേണം സ്റ്റോക്ക് നമുക്ക് സെലക്ട് ചെയ്യാൻ. ആ ഇൻഡിക്കേറ്റർ ഏതാണെന്ന് പറഞ്ഞുതരാം. ഇതൊരു ഫ്രീ ഇൻഡിക്കേറ്ററാണ്. പ്രീമിയം കാർക്കെല്ലാം എല്ലാവർക്കും കിട്ടുന്നതാണ്. ഇൻഡിക്കേറ്ററിൽ പോയിട്ട് ഞാൻ ആൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
PP സിഗ്നൽ KC ബാൻഡ് എന്ന് പറയുന്നൊരു സിഗ്നലാണ്. ഇതിൻ്റെ PP സിഗ്നൽ 01 എന്ന് പറയുന്നൊരു സ്ക്രിപ്റ്റാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഈ ഒരു ഇൻഡിക്കേറ്ററിൽ നമുക്ക് സ്ക്രീനിൽ തരുന്നത്. ഇത് കണ്ടില്ലേ, ഇത് നല്ല, അതായത് KC അപ്പ് എന്ന് പറയുന്നത് കൊടുത്തിരിക്കുന്നത് നമുക്കൊരു ലോങ്ങിലോട്ട് പോവേണ്ട ഒരു അടയാളമാണ്. നമുക്കിതിൽ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുമ്പോൾ കാണാൻ സാധിക്കും. വളരെയധികം അക്യുറസി തരുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. വളരെ ഫ്രീ ആണ്, അക്യുറസി നല്ല രീതിയിൽ തരുന്നതാണ് കേട്ടോ. KC അപ്പ് എന്ന് പറയുന്ന ഒരു സിഗ്നൽ രൂപപ്പെട്ട് കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് നല്ല രീതിയിൽ മുകളിലോട്ട് പോകാൻ സാധിക്കും. ഒരു ഏകദേശം 15-30% മുകളിലോട്ട് പോകാൻ ഉറപ്പായിട്ട് ഈ സ്റ്റോക്കിന് കിട്ടുന്നതാണ്. കണ്ടില്ലേ, ഈ ഒരു ചെറിയ ഒരു 3 ക്യാൻഡിൽ ഉണ്ടായിട്ടുള്ളെങ്കിൽ പോലും അതിന് നല്ല രീതിയിൽ ഇത് മുകളിലോട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു സിഗ്നൽ വന്നതിന് ശേഷം ആ ഒരു സ്റ്റോക്ക് കണ്ടില്ലേ 15% മുകളിലോട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിതിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. അടുത്ത ഒരു ഇതിലോട്ട് പോവാം. അടുത്തൊരു KC അപ്പ് എന്ന് പറയുന്ന ഒരു ക്യാൻഡിൽ രൂപപ്പെട്ട് കണ്ടിട്ടുണ്ട്. അവിടെ തൊട്ട് ആ സ്റ്റോക്ക് അതിൻ്റെ പ്രൈസ് റേഞ്ച് നോക്കാൻ നേരത്ത് കണ്ടില്ലേ 30% മുകളിലോട്ട് കയറിയിട്ടുണ്ട്. അടുത്ത് നോക്കാം. അടുത്ത് വീണ്ടും KC അപ്പ് എന്ന് പറയുന്ന ആ ഒരു സിഗ്നലിൽ നിന്നും നമ്മുടെ സ്റ്റോക്ക് 38 പോയിൻ്റ് മുകളിലോട്ട് കയറിയിട്ടുണ്ട്. ഇത് വളരെ നല്ലൊരു ഇൻഡിക്കേറ്ററാണ്, ഫ്രീ ആണ്. അപ്പം ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ആ ഇൻഡിക്കേറ്റർ സെക്ഷനിൽ പോയി ടൈപ്പ് ചെയ്താൽ മതിയാവും. രണ്ടാമത്തെ കാര്യം, നമ്മൾ ചാർട്ടിൽ നിന്ന് സെലക്ട് ചെയ്ത സ്റ്റോക്കുകൾ KC അപ്പിലാണെന്ന് നോക്കിക്കണം. KC ഡൗൺ ആണെങ്കിൽ നമുക്ക് ഇൻഡിക്കേറ്ററിൽ KC ഡൗൺ ആണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യാൻ പാടില്ല. രണ്ടാമത്തെ സ്റ്റോക്കിലും KC ഡൗൺ ആണ്. ഈ സ്റ്റോക്ക് നമ്മൾ ഒഴിവാക്കുന്നു, അടുത്ത സ്റ്റോക്ക് എടുക്കുന്നു. ഈ സ്റ്റോക്കും KC ഡൗൺ ആണ്, അതുകൊണ്ട് നമ്മൾ എടുക്കുന്നില്ല. അടുത്ത സ്റ്റോക്ക് ഇതും KC ഡൗൺ ആണ്. വാറോക്ക് എന്ന് പറയുന്ന സ്റ്റോക്കും KC ഡൗൺ ആണ്. അടുത്ത സ്റ്റോക്ക് സെലക്ട് ചെയ്ത് നോക്കാൻ നേരത്ത് നമുക്ക് ഈ സ്റ്റോക്ക് KC അപ്പിലാണുള്ളത്. അതായത് നമ്മുടെ ഇൻഡിക്കേറ്റർ ബൈ സിഗ്നലാണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ നാളത്തേക്ക് ബൈ ചെയ്യുവാൻ വേണ്ടി ഈ സ്റ്റോക്ക് നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുന്നു. കണ്ടില്ലേ, നമ്മൾ ഇതിൽ ഹോറിസോണ്ടൽ ലൈൻ വരച്ച് വെക്കണം. ഏറ്റവും താഴെ ഒരു ക്യാൻഡിലിൻ്റെ വിക്ക് വരുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. കണ്ടില്ലേ, സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ എൻട്രി എന്ന് പറയുന്നത് ലാസ്റ്റ് ക്യാൻഡിലിൻ്റെ വിക്കിൻ്റെ മുകളിലായിരിക്കും നമ്മുടെ എൻട്രി. എന്നിട്ട് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് റീസെൻ്റ്ലി ഉണ്ടായിട്ടുള്ള ഹൈയുടെ മുകളിലായിരിക്കും നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ്, എൻട്രി ഇതെല്ലാം നമ്മൾ വരച്ച് വെച്ചതിന് ശേഷം കണ്ടില്ലേ 16% ഉയരുവാൻ ഈ സ്റ്റോക്കിന് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്റ്റോക്ക് എൻട്രിക്ക് വേണ്ടി മാറ്റി വയ്ക്കുക. നമ്മുടെ ഇൻഡിക്കേറ്റർ നമുക്ക് സിഗ്നൽ തന്നു, ബാക്കി നമ്മൾ എൻട്രിക്ക് വേണ്ടി മാറ്റി വയ്ക്കുക. അടുത്ത സ്റ്റോക്ക് NK ഇൻഡസ്ട്രീസ്, ഇത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ ആദ്യം റീസെൻ്റ്ലി ഉള്ള ലോയിൽ സെലക്ട് ചെയ്യുന്നു. നമ്മുടെ എൻട്രി ലാസ്റ്റ് ക്യാൻഡിലിൻ്റെ വിക്കിൻ്റെ മുകളിൽ സെലക്ട് ചെയ്യുന്നു. നമ്മുടെ ടാർഗറ്റ് റീസെൻ്റ്ലി ഉണ്ടായിട്ടുള്ള ഹൈ ഏതാണോ അവിടെ ആയിരിക്കും നമ്മുടെ ടാർഗറ്റ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി കാണുക, അപ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടില്ലേ, ഇതിൽ നമുക്ക് ഇനി അടുത്ത റൂൾസ് ഉണ്ടത്. നമ്മളിനി ബൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. പിറ്റേ ദിവസം മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് പറഞ്ഞുതരാം. നമ്മളിതിൽ നമ്മളിങ്ങനെയൊക്കെ വരച്ച് വെച്ചാലും പിറ്റേ ദിവസം മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ ചാടിക്കയറി എടുക്കാൻ പാടില്ല. കണ്ടില്ലേ, നമ്മൾ സെലക്ട് ചെയ്ത സ്റ്റോക്കെല്ലാം, എല്ലാ സ്റ്റോക്കും അതിൽ നമുക്കൊരു 5-6 സ്റ്റോക്കായിരിക്കും നമുക്ക് ആ ചാർട്ടിങ്ങിൽ നിന്ന് കിട്ടിയത്. അതിൽ നമുക്ക് എല്ലാ സ്റ്റോക്കും നമുക്ക് സിങ് ട്രേഡിങ്ങിനുള്ള സ്റ്റോക്കല്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇത്ര കുറച്ച് ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചാലേ നമുക്ക് നല്ലൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവാൻ സാധിക്കുള്ളൂ. അല്ലാതെ ആരും നമുക്കൊന്നും ഫ്രീ ആയിട്ടൊന്നും പറഞ്ഞു തരാൻ പോകുന്നില്ല. എല്ലാത്തിലും കുറച്ച് കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടുണ്ട്. ആരും നമുക്ക് 1 രൂപ പോലും ഫ്രീ ആയിട്ട് നമുക്ക് തരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കുറച്ച് സ്വന്തമായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. കണ്ടില്ലേ, അപ്പോൾ ഇത്രയും സ്റ്റോക്ക് നമ്മൾ സെലക്ട് ചെയ്തതിൽ നമുക്ക് 2 സ്റ്റോക്ക് മാത്രമാണ് നമുക്ക് സിങ് ട്രേഡിങ്ങിന് വേണ്ടി നമുക്ക് എടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബൈ ചെയ്യേണ്ടതിൻ്റെ റൂൾസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. നമുക്ക് 2 സ്റ്റോക്ക് കിട്ടിയിട്ടുള്ളതിൽ നമ്മൾ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും എൻട്രിയൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. നമ്മളെ എൻട്രി എന്ന് പറയുന്നത് പിറ്റേ ദിവസം മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ നമ്മുടെ താഴോട്ടാണ് സ്റ്റോക്ക് പോകുന്നതെങ്കിൽ നമുക്കവിടെ എൻട്രി ഇല്ല. നിങ്ങൾക്ക് അവിടെ എൻട്രി എടുക്കരുത്. അതിന് പകരം
ആ സ്റ്റോക്ക് പിറ്റേ ദിവസം നമ്മുടെ എൻട്രി പോയിൻറ്റിന് മുകളിലാണ് ഓപ്പൺ ആകുന്നതെങ്കിൽ നമുക്കവിടെ ബൈ ചെയ്യുവാൻ സാധിക്കും. മനസ്സിലായല്ലോ? അടുത്ത സ്റ്റോക്കും അങ്ങനെ തന്നെയാണ്. പിറ്റേ ദിവസം മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ നമ്മുടെ സ്റ്റോക്ക് നമ്മുടെ എൻട്രിക്ക് മുകളിലാണ് ഓപ്പൺ ആകുന്നതെങ്കിൽ നമുക്കവിടെ എൻട്രി എടുക്കാം. അതിന് പകരം താഴോട്ടാണ് പോകുന്നതെങ്കിൽ നമുക്കവിടെ എൻട്രി ഇല്ല. അപ്പോൾ ഈ ഒരു റൂൾസ് കൂടി നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ റൂൾസൊക്കെ നല്ല രീതിയിൽ ഫോളോ ചെയ്യുക. ആരും നമുക്ക് ₹1 പോലും ഫ്രീ ആയിട്ട് തരുന്നില്ല. നിങ്ങൾക്ക് കുറച്ച് ഇഫോർട്ട് എടുത്താൽ മാത്രമേ മാർക്കറ്റ് നിങ്ങൾക്ക് പൈസ തരത്തുള്ളൂ. ഈ ഒരു ഇഫോർട്ട് നിങ്ങൾ ഇപ്പോൾ എടുക്കുന്നത് നിങ്ങളുടെ ഭാവിയിലോട്ട് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. സ്വയമായിട്ട് കുറേ കാര്യങ്ങൾ നിങ്ങളിങ്ങനെ ചെയ്യുക. മറ്റുള്ളവരുടെ ഒന്നും അപേക്ഷിച്ചിരിക്കാതെ സ്വയമായിട്ട് നിങ്ങളിങ്ങനെയുള്ള ചെറിയ ചെറിയ സ്റ്റോക്കുകളെ കണ്ടെത്തി നിങ്ങളിങ്ങനെ വരച്ച് പഠിക്കുകയും ഇൻഡിക്കേറ്റർ ആഡ് ചെയ്ത് നോക്കിയിട്ട് ബാക്ക് ടെസ്റ്റൊക്കെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സക്സസ്ഫുള്ളായിട്ടൊരു ട്രേഡർ ആകുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ഈ വീഡിയോ കാണുക. ഓക്കെ.